തിരുവനന്തപുരം വക്കം പഞ്ചായത്തിലെ മെമ്പറും അമ്മയും ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ബി.ജെ.പി. പ്രവർത്തകരെ ചോദ്യം ചെയ്യാൻ പോലീസ് 3 ബി.ജെ.പി. പ്രവർത്തകരാണ് ജീവനൊടുക്കാൻ കാരണമെന്ന് ആത്മഹത്യാക്കുറിപ്പിൽ പറഞ്ഞിരുന്നു. മരിച്ച അരുണിനെതിരെ വ്യാജ കേസ് കൊടുത്തു എന്നാണ് ആരോപണം. വിവരങ്ങളുമായി അഞ്ജു ജയപ്രകാശ് നമുക്കൊപ്പം ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. അഞ്ജു, ഈ കാര്യത്തിൽ ഒരുപാട് ദുരൂഹതകൾ നിലനിൽക്കുകയാണ്. പോലീസ് അതിന്റെ എല്ലാം ചുരുളഴിക്കാൻ ശ്രമിക്കുകയാണ്. ഇപ്പോൾ ഈ ബി.ജെ.പി. പ്രവർത്തകരെ ചോദ്യം ചെയ്യുന്നതിലേക്ക് എത്തിച്ച കാര്യം എന്താണ്? ബിനിൽ, ഈ ജാതി അധിക്ഷേപ കേസ് നമ്മൾ പൊതുവെ കാണാറുള്ളതാണ്. പക്ഷെ അതൊരു ഒരാളുടെ ജീവൻ എടുക്കുന്നതിലേക്ക് നയിച്ച സംഭവമാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് ഉണ്ടായിരിക്കുന്നത്. അതും വക്കം ഗ്രാമപഞ്ചായത്ത് മെമ്പറായിട്ടുള്ള അരുണും അമ്മ വത്സലയുമാണ് കഴിഞ്ഞ ദിവസം വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. തുടർന്ന് വീട്ടിനുള്ളിൽ നിന്ന് ഒരു ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തുകയായിരുന്നു. ആ ആത്മഹത്യാക്കുറിപ്പിലാണ് തനിക്കെതിരെ വ്യാജമായി ചമച്ചുകൊണ്ട് ഒരു ജാതി അധിക്ഷേപ കേസ് 4 ബി.ജെ.പി. പ്രവർത്തകർ നൽകിയെന്നും അതിനെ തുടർന്ന് തനിക്ക് ജോലി ലഭിക്കാതെ പോലീസ് ക്ലിയറൻസ് ഉൾപ്പെടെ ജോലിയുമായി ബന്ധപ്പെട്ട പോലീസ് ക്ലിയറൻസ്, ഒപ്പം തന്നെ പാസ്പോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലഭിക്കാതെ അതിങ്ങനെ തുടർന്നു പോകുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്നു. ഇതിൽ വലിയ തരത്തിൽ മനോവിഷമം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇതിനെ തുടർന്നാണ് താനും അമ്മയും ഈ ജീവൻ ഒടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നതാണ് ഈ ആത്മഹത്യാക്കുറിപ്പിൽ കണ്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ പോലീസ് ഈ ആത്മഹത്യാക്കുറിപ്പിൽ പേര് എഴുതിയിട്ടുണ്ടായിരുന്ന 4 പേരായിട്ടുള്ള ബി.ജെ.പി. പ്രവർത്തകർ ഇവരെ ചോദ്യം ചെയ്യാനായിട്ട് പോലീസ് തയ്യാറെടുക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നേരത്തെ ഈ 4 ബി.ജെ.പി. പ്രവർത്തകർ ഈ മെമ്പറായിട്ടുള്ള അരുണിനെതിരെ കടക്കാവൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. ഇവർക്കെതിരെ, ഈ ബി.ജെ.പി. പ്രവർത്തകർക്കെതിരെ ഈ ജാതി അധിക്ഷേപം നടത്തിയെന്ന് പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. ഈ പരാതിയുടെ പുറത്തെടുത്ത കേസിലാണ് ഏറെ നാളായിട്ട് കുഴങ്ങിക്കിടന്നിട്ടുണ്ടായിരുന്നത് ഈ അരുൺകുമാർ. അതിനെ തുടർന്നാണ് ആത്മഹത്യ എന്നാണ് പറയുന്നത്. എന്തായാലും ഇവരെ ചോദ്യം ചെയ്തതിനു ശേഷം മറ്റ് കാര്യങ്ങൾ വിശദമായിട്ട് പറയാമെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ചോദ്യം ചെയ്യലിലേക്ക് കടക്കുകയാണ്. ബെനി. ഓക്കെ, ശരി. അഞ്ജു ജയപ്രകാശാണ് വിവരങ്ങളുമായി ചേർന്നത്.